ചിഞ്ചു നമ്മൾ എന്ത് കളിക്കൂടി? അറിയത്തില്ല ചേട്ടാ എന്ത് കളിക്കുന്നു. ഞങ്ങള് രണ്ടുപേരും അല്ല, നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ആണോ? ആ ആർക്കറിയാതാരാന്ന്? അയ്യോ പ്രേതം! അമ്മ അച്ഛൻ ഇങ്ങോട്ട് ഓടുക. നിങ്ങൾ ഇത്ര നേരത്തെ വന്നോ? എടാ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞായിരുന്നല്ലോ വൈകിട്ടേ വരുത്തുള്ളൂ അപ്പൂന്റെ വീട്ടിൽ നിന്നൊക്കെ, എന്നിട്ട് ഇത്രയും നേരത്തേക്ക് വന്നേക്കുന്നു. ഉച്ചയാദ്യം ഉള്ളല്ലോ. എന്റെ പൊന്നച്ഛ ഒന്നും പറയണ്ടേ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കളിക്കുമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ അതിനിടയ്ക്കാൻ വേറെ ആരാണ്ട് സംസാരിച്ച്. ഞാൻ പറയാ എന്ത് കളിക്കണമെന്ന്. അത് ആരാണെന്ന് അച്ഛനെ അറിയാവോ? ആരാത്? പ്രേതം. പ്രേതമോ? സത്യമാണോ മക്കളെ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുന്നതല്ലേ? അല്ല അച്ഛ, സത്യം വരുന്ന അച്ഛൻ ഇതൊന്ന് വിശ്വസിക്കേ. അയ്യോ എന്റെ അമ്മേ പ്രേതം! അയ്യോ മക്കളെ, നിങ്ങൾ വേറെ സത്യം പ്രേതം മണ്ടക്കേക്കുന്ന എല്ലാരും ഓടിക്കോ. മക്കളെ മിണ്ടല്ലേ. അച്ഛനാണെങ്കിൽ കഥയെല്ലാം അടച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ആ പ്രേതത്തിനെ കഥ ഒന്നും ഒരു വിഷയമില്ലല്ലോ. കഥയെ കൂടി ഇങ്ങനെ ഇറങ്ങി വരും ഇങ്ങോട്ട്. മക്കളെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ, ഈ പുതപ്പിന്റെ ഇടയ്ക്കോട്ട് നമുക്ക് ഒളിച്ചിരിക്കും എല്ലാവർക്കും. ശരി, നമുക്കൊന്ന് ഒളിച്ചിരിക്കാം. അയ്യോ നമ്മളെ പ്രേതം കണ്ട് എല്ലാരും ഓടിക്കോ. ഓ എന്റെ പൊന്നെ, കാറും കൊണ്ട് പെട്ടെന്ന് പോവാ. നമ്മൾ എങ്ങോട്ടാ പോന്നേ? എടി നമുക്ക് എവിടെയൊക്കെ പോയിരിക്കാം. വല്ല പള്ളി കാണുവാണെങ്കിൽ അവിടെ പോവാം. അയ്യോ ഇന്ന് പള്ളിയൊന്നും ഇല്ലാത്ത ദിവസമല്ലേ, ഇന്ന് പള്ളി പൂട്ടിയിട്ടേക്കുവാണല്ലോ. നമ്മളിപ്പോ എട്ടറി. അയ്യോ അത് പറഞ്ഞാൽ ശരിയാണല്ലോ. നമ്മളിനി എങ്ങോട്ട് പോകാനോ? എവിടെ പോയാലും ആ പ്രേതം വരും. നല്ല കാറ്റുണ്ട്. അയ്യോ പ്രേതം